ഹായ് ഫ്രണ്ട്സ്, ഗോൾഡൻ പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ തൊഴിൽ വീതിയിൽ വന്നിട്ടുള്ള മെയിൻ പരീക്ഷാ പരിശീലനമാണ്. LGSന് ശ്രമിക്കുന്ന എല്ലാവർക്കും ഈ ക്ലാസ് വളരെ പ്രയോജനപ്പെടും. ക്ലാസ് പൂർണ്ണമായും കണ്ടുകൊണ്ട് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. കൃഷ്ണപുരം സാഹസിക വിനോദ കേന്ദ്രം പദ്ധതി നിലവിൽ വരുന്ന ജില്ല ആലപ്പുഴ. കൃഷ്ണപുരം സാഹസിക വിനോദ കേന്ദ്രം പദ്ധതി നിലവിൽ വരുന്ന ജില്ല ആലപ്പുഴ. കർഷകരുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനും വേണ്ടി കർഷക ക്ഷേമനിധി ബോർഡ് നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം കേരളം. കർഷകരുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനും വേണ്ടി കർഷക ക്ഷേമനിധി ബോർഡ് നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം കേരളം. ഇന്ത്യയിൽ വനിതാ സംരംഭകത്വം വർദ്ധിപ്പിക്കുന്നതിനായി പ്രഗതി എന്ന പേരിൽ പദ്ധതി കൊണ്ടുവന്ന സമൂഹ മാധ്യമം ഫേസ്ബുക്ക്. ഇന്ത്യയിൽ വനിതാ സംരംഭകത്വം വർദ്ധിപ്പിക്കുന്നതിനായി പ്രഗതി എന്ന പേരിൽ പദ്ധതി കൊണ്ടുവന്ന സമൂഹ മാധ്യമം ഫേസ്ബുക്ക്. വായുമലിനീകരണം കുറയ്ക്കാൻ ലക്ഷ്യമിട്ട് പേട് ലഗാവോ പര്യവൻ ബച്ചാവോ സംരംഭം ആരംഭിച്ചതെവിടെ? ന്യൂഡൽഹി. വായുമലിനീകരണം കുറയ്ക്കാൻ ലക്ഷ്യമിട്ട് പേട് ലഗാവോ പര്യവൻ ബച്ചാവോ സംരംഭം ആരംഭിച്ചതെവിടെ? ന്യൂഡൽഹി. ജനങ്ങളിൽ ഗവേണൻസ് അവബോധം സൃഷ്ടിക്കാൻ ഞാൻ കൂടി ഡിജിറ്റലായി എന്ന പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനം കേരളം. ജനങ്ങളിൽ ഗവേണൻസ് അവബോധം സൃഷ്ടിക്കാൻ ഞാൻ കൂടി ഡിജിറ്റലായി എന്ന പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനം കേരളം. ബാലവേല, ബാലചൂഷണം, ബാലഭിക്ഷാടനം തുടങ്ങിയവ തടയുന്നതിനായി കേരള സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പ് ആരംഭിച്ച പദ്ധതി ശരണബാല്യം. ബാലവേല, ബാലചൂഷണം, ബാലഭിക്ഷാടനം തുടങ്ങിയവ തടയുന്നതിനായി കേരള സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പ് ആരംഭിച്ച പദ്ധതി ശരണബാല്യം. ഇന്ത്യൻ ഓഹരി വിപണിയിലെ നേട്ടങ്ങൾ അവതരിപ്പിക്കാൻ വെർച്വൽ മ്യൂസിയം സ്ഥാപിക്കുന്ന സ്ഥാപനം സെബി. ഇന്ത്യൻ ഓഹരി വിപണിയിലെ നേട്ടങ്ങൾ അവതരിപ്പിക്കാൻ വെർച്വൽ മ്യൂസിയം സ്ഥാപിക്കുന്ന സ്ഥാപനം സെബി. 2030 കാർബൺ നെഗറ്റീവ് ആകാൻ തീരുമാനിച്ച IT കമ്പനി മൈക്രോസോഫ്റ്റ്. 2030 കാർബൺ നെഗറ്റീവ് ആകാൻ തീരുമാനിച്ച IT കമ്പനി മൈക്രോസോഫ്റ്റ്. ഇന്ത്യയിൽ ഓൺലൈൻ ഭക്ഷണ വിതരണ കമ്പനിയായ യൂബർ ഈസ്റ്റിനെ ഏറ്റെടുത്ത കമ്പനി സൊമാറ്റോ. ഇന്ത്യയിൽ ഓൺലൈൻ ഭക്ഷണ വിതരണ കമ്പനിയായ യൂബർ ഈസ്റ്റിനെ ഏറ്റെടുത്ത കമ്പനി സൊമാറ്റോ. ഇന്ത്യയിലാദ്യമായി വൈബ്രേഷൻ അബ്സോർബിംഗ് ട്രാക്ക് നിലവിൽ വരുന്ന മെട്രോ മുംബൈ. ഇന്ത്യയിലാദ്യമായി വൈബ്രേഷൻ അബ്സോർബിംഗ് ട്രാക്ക് നിലവിൽ വരുന്ന മെട്രോ മുംബൈ. രാജ കേശവദാസിനോടുള്ള ആദരസൂചകമായി ആർട്ട് ഗാലറി നിലവിൽ വന്ന ജില്ല ആലപ്പുഴ. രാജ കേശവദാസിനോടുള്ള ആദരസൂചകമായി ആർട്ട് ഗാലറി നിലവിൽ വന്ന ജില്ല ആലപ്പുഴ. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഹരിത സമൃദ്ധി ബ്ലോക്ക് പഞ്ചായത്ത് മാടപ്പള്ളി. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഹരിത സമൃദ്ധി ബ്ലോക്ക് പഞ്ചായത്ത് മാടപ്പള്ളി. മധ്യപ്രദേശിലെ ചമ്പൽ എക്സ്പ്രസ് വേയുടെ പുതിയ പേര്
അടൽ ബിഹാരി വാജ്പേയി ചമ്പൽ പ്രോഗ്രസ് വേ. മധ്യപ്രദേശിലെ ചമ്പൽ എക്സ്പ്രസ് വേയുടെ പുതിയ പേര്. അടൽ ബിഹാരി വാജ്പേയി ചമ്പൽ പ്രോഗ്രസ് വേ. കേന്ദ്ര സാമൂഹിക നീതി മന്ത്രാലയം ആരംഭിച്ച മെൻ്റൽ സപ്പോർട്ട് ഹെൽപ്പ് ലൈൻ സംവിധാനം. കിരൺ ഹെൽപ്പ് ലൈൻ. കേന്ദ്ര സാമൂഹിക നീതി മന്ത്രാലയം ആരംഭിച്ച മെൻ്റൽ സപ്പോർട്ട് ഹെൽപ്പ് ലൈൻ സംവിധാനം. കിരൺ ഹെൽപ്പ് ലൈൻ. ഇന്ത്യയിലാദ്യമായി ഉച്ചഭക്ഷണ റേഷൻ ആരംഭിച്ച സംസ്ഥാനം. മധ്യപ്രദേശ്. ഇന്ത്യയിലാദ്യമായി ഉച്ചഭക്ഷണ റേഷൻ ആരംഭിച്ച സംസ്ഥാനം. മധ്യപ്രദേശ്. ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷ് പഠനം കൂടുതൽ എളുപ്പമാക്കുന്നതിനായി ഇ മാറ്റീരിയൽ ഫോർ ഇംഗ്ലീഷ് പദ്ധതി ആരംഭിച്ച ജില്ലാ പഞ്ചായത്ത്. മലപ്പുറം. ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷ് പഠനം കൂടുതൽ എളുപ്പമാക്കുന്നതിനായി ഇ മാറ്റീരിയൽ ഫോർ ഇംഗ്ലീഷ് പദ്ധതി ആരംഭിച്ച ജില്ലാ പഞ്ചായത്ത്. മലപ്പുറം. നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ നേതൃത്വത്തിൽ ഏതു രാജ്യത്തിനാണ് ഇന്ത്യ സോളർ പവർ പാർക്ക് നിർമ്മിച്ചു നൽകുന്നത്? ശ്രീലങ്ക. നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ നേതൃത്വത്തിൽ ഏതു രാജ്യത്തിനാണ് ഇന്ത്യ സോളാർ പവർ പാർക്ക് നിർമ്മിച്ചു നൽകുന്നത്? ശ്രീലങ്ക. ഇന്ത്യയിലെ ആദ്യ ദിനോസർ മ്യൂസിയം ആൻഡ് ഫോസിൽ പാർക്ക് നിലവിൽ വന്ന സംസ്ഥാനം. ഗുജറാത്ത്. ഇന്ത്യയിലാദ്യ ദിനോസർ മ്യൂസിയം ആൻഡ് ഫോസിൽ പാർക്ക് നിലവിൽ വന്ന സംസ്ഥാനം. ഗുജറാത്ത്. ലോകത്തെ ആദ്യ ഫ്ലോട്ടിംഗ് ഡയറി ഫാം നിർമ്മിച്ച രാജ്യം. നെതർലാൻഡ്. ലോകത്തെ ആദ്യ ഫ്ലോട്ടിംഗ് ഡയറി ഫാം നിർമ്മിച്ച രാജ്യം. നെതർലാൻഡ്സ്. വിക്രം സാരാഭായ് ചിൽഡ്രൻസ് ഇന്നോവേഷൻ സെൻറ്റർ നിലവിൽ വരുന്ന സംസ്ഥാനം. ഗുജറാത്ത്. വിക്രം സാരാഭായ് ചിൽഡ്രൻസ് ഇന്നോവേഷൻ സെൻറ്റർ നിലവിൽ വരുന്ന സംസ്ഥാനം. ഗുജറാത്ത്. കേരളത്തിലെ ആദ്യ തട പുനരുജ്ജീവന പദ്ധതി നടപ്പിലാക്കുന്ന കായൽ. ആക്കുളം. കേരളത്തിലെ ആദ്യ നീർത്തട പുനരുജ്ജീവന പദ്ധതി നടപ്പിലാക്കുന്ന കായൽ. ആക്കുളം. 2021 മാർച്ചിൽ പൂൾ ദേവ് ഫെസ്റ്റിവൽ ആഘോഷിച്ച ഇന്ത്യൻ സംസ്ഥാനം. ഉത്തരാഖണ്ഡ്. 2021 മാർച്ചിൽ പൂൾ ദേവ് ഫെസ്റ്റിവൽ ആഘോഷിച്ച ഇന്ത്യൻ സംസ്ഥാനം. ഉത്തരാഖണ്ഡ്. കേരളത്തിൽ ആദ്യമായി ആരംഭിക്കുന്ന ഓൺലൈൻ കായിക പ്രവൃത്തി പരിചയ പരിപോഷണ പരിപാടി. വിദ്യാരവം. കേരളത്തിൽ ആദ്യമായി ആരംഭിക്കുന്ന ഓൺലൈൻ കായിക പ്രവൃത്തി പരിചയ പരിപോഷണ പരിപാടി. വിദ്യാരവം. ലോകത്തിലെ ഏറ്റവും വലിയ സോളർ ട്രീ നിലവിൽ വന്നതെവിടെ? ദുർഗാപൂർ. ലോകത്തിലെ ഏറ്റവും വലിയ സോളർ ട്രീ നിലവിൽ വന്നതെവിടെ? ദുർഗാപൂർ. രാജ്യത്തെ ആദ്യ ഇന്ത്യ ഗേറ്റ് എയർ ആംബുലൻസ് സർവീസ് ആരംഭിച്ച സംസ്ഥാനം. കർണാടക. രാജ്യത്തെ ആദ്യ ഇന്ത്യ ഗേറ്റ് എയർ ആംബുലൻസ് സർവീസ് ആരംഭിച്ച സംസ്ഥാനം. കർണാടക. പഞ്ചസാര നിയമം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്കൻ വിപ്ലവം. പഞ്ചസാര നിയമം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്കൻ വിപ്ലവം. ചേരിചേര പ്രസ്ഥാനത്തിൻ്റെ രൂപീകരണത്തിനു നേതൃത്വം നൽകിയവരിൽ ഉൾപ്പെടാത്ത നേതാവ്? നെൽസൺ മണ്ടേല.
ചേരിചേര പ്രസ്ഥാനത്തിൻ്റെ രൂപീകരണത്തിനു നേതൃത്വം നൽകിയവരിൽ ഉൾപ്പെടാത്ത നേതാവ്? നെൽസൺ മണ്ടേല. 2020-2023 കാലയളവിൽ WHO എക്സ്റ്റേണൽ ഓഡിറ്റർ ആയി നിയമിതനായ ഇന്ത്യക്കാരൻ? രാജീവ് മെഹർഷി. 2020-23 കാലയളവിൽ WHO എക്സ്റ്റേണൽ ഓഡിറ്ററായി നിയമിതനായ ഇന്ത്യക്കാരൻ? രാജീവ് മെഹർഷി. ലോക കാലാവസ്ഥാ സംഘടനയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നതെവിടെ? ജനീവ. ലോക കാലാവസ്ഥാ സംഘടന WMOയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നതെവിടെ? ജനീവ. ഏതെങ്കിലും വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടങ്ങി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല. ആരുടെ വാക്കുകളാണിവ? തോമസ് പെയിൻ. ഏതെങ്കിലും വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടങ്ങി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല. ആരുടെ വാക്കുകളാണിവ? തോമസ് പെയിൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഫ്രാൻസും ബ്രിട്ടനും തമ്മിൽ നടന്ന യുദ്ധങ്ങളിൽ പെടാത്തതേത്? ഹൂഗ്ലി യുദ്ധം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഫ്രാൻസും ബ്രിട്ടനും തമ്മിൽ നടന്ന യുദ്ധങ്ങളിൽ പെടാത്തതേത്? ഹൂഗ്ലി യുദ്ധം. രക്തരഹിത വിപ്ലവം നടക്കുമ്പോൾ ബ്രിട്ടനിലെ ഭരണാധികാരി? ജെയിംസ് രണ്ടാമൻ. രക്തരഹിത വിപ്ലവം നടക്കുമ്പോൾ ബ്രിട്ടനിലെ ഭരണാധികാരി? ജെയിംസ് രണ്ട്. ഐക്യരാഷ്ട്ര സംഘടന രൂപീകരിക്കാൻ തീരുമാനിച്ച സമ്മേളനം നടന്നതെവിടെ? യാൾട്ട. ഐക്യരാഷ്ട്ര സംഘടന രൂപീകരിക്കാൻ തീരുമാനിച്ച സമ്മേളനം നടന്നതെവിടെ? യാൾട്ട. UN രക്ഷാസമിതിയിലെ താൽക്കാലിക അംഗങ്ങളുടെ കാലാവധി? 2 വർഷം. UN രക്ഷാസമിതിയിലെ താൽക്കാലിക അംഗങ്ങളുടെ കാലാവധി? 2 വർഷം. ആംനസ്റ്റി ഇൻ്റർനാഷണൽ സ്ഥാപിതമായ വർഷം? 1961. ആംനസ്റ്റി ഇൻ്റർനാഷണൽ സ്ഥാപിതമായ വർഷം? 1961. ഒരു കൈയിൽ സമാധാനത്തിൻ്റെ ഒലീവിലയും മറുകൈയിൽ വിമോചന പോരാളിയുടെ തോക്കുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒലീവിലകൾ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടമാകാതിരിക്കട്ടെ. ആരുടെ വാക്കുകളാണിവ? യാസർ അറഫാത്ത്. ഒരു കൈയിൽ സമാധാനത്തിൻ്റെ ഒലീവിലയും മറുകൈയിൽ വിമോചന പോരാളിയുടെ തോക്കുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒലീവിലകൾ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടമാകാതിരിക്കട്ടെ. ആരുടെ വാക്കുകളാണിവ? യാസർ അറഫാത്ത്. പാലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രമാകുന്നതിന് US-ൻ്റെ മധ്യസ്ഥതയിൽ ഇസ്രയേൽ അംഗീകരിച്ച കരാർ? ഓസ്ലോ കരാർ. പാലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രമാകുന്നതിന് US-ൻ്റെ മധ്യസ്ഥതയിൽ ഇസ്രയേൽ അംഗീകരിച്ച കരാർ? ഓസ്ലോ കരാർ. വിദേശ ഇടപെടലിനും ആധിപത്യത്തിനും അനുകൂലമായ നിലപാടുകൾ സ്വീകരിച്ച ചൈനീസ് രാജവംശം? മഞ്ജു രാജവംശം. വിദേശ ഇടപെടലിനും ആധിപത്യത്തിനും അനുകൂലമായ നിലപാടുകൾ സ്വീകരിച്ച ചൈനീസ് രാജവംശം? മഞ്ജു രാജവംശം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏത്? ബോസ്റ്റൺ ടീ പാർട്ടി 1779. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏത്? ബോസ്റ്റൺ ടീ പാർട്ടി 1779. അതായത് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടന്നത് 1789. പാരീസ് ഉടമ്പടി 1783. വാട്ടർലൂ യുദ്ധം നടന്നത് 1815. സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ് എന്ന കറൻസി പുറത്തിറക്കാൻ അധികാരമുള്ള രാജ്യാന്തര സംഘടന?
രാജ്യാന്തര നാണയനിധി. സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ് എന്ന കറൻസി പുറത്തിറക്കാൻ അധികാരമുള്ള രാജ്യാന്തര സംഘടന. രാജ്യാന്തര നാണയനിധി. ചുവടെ തന്നിട്ടുള്ളവയിൽ ധരാതലീയ ഭൂപടങ്ങളിൽ തവിട്ട് നിറം നൽകി രേഖപ്പെടുത്തുന്നവയിൽ ഉൾപ്പെടാത്ത ഭൂസവിശേഷത. തരിശുഭൂമി. ചുവടെ തന്നിട്ടുള്ളവയിൽ ധരാതലീയ ഭൂപടങ്ങളിൽ തവിട്ട് നിറം നൽകി രേഖപ്പെടുത്തുന്നവയിൽ ഉൾപ്പെടാത്ത ഭൂസവിശേഷത. തരിശുഭൂമി. താഴെ പറയുന്നവയിൽ ഏതൊക്കെ ഭാഗങ്ങൾ ചേർന്നതാണു ശിലാമണ്ഡലം? മാൻഡിൻ ഭൂവൽക്കം. താഴെ പറയുന്നവയിൽ ഏതൊക്കെ ഭാഗങ്ങൾ ചേർന്നതാണു ശിലാമണ്ഡലം? മാൻഡിൽ ഭൂവൽക്കം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ മരുഭൂമിയിൽ ചന്ദ്രക്കലയുടെ ആകൃതിയിൽ രൂപം കൊള്ളുന്ന ഭൂരൂപം ഏത്? ബാർക്കനുകൾ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ മരുഭൂമിയിൽ ചന്ദ്രക്കലയുടെ ആകൃതിയിൽ രൂപം കൊള്ളുന്ന ഭൂരൂപം ഏത്? ബാർക്കനുകൾ. ആകെ ഭൂപ്രദേശത്തിൻ്റെ 50% പുൽമേടുകൾ നിറഞ്ഞ ഭൂഖണ്ഡം? ആഫ്രിക്ക. ആകെ ഭൂപ്രദേശത്തിൻ്റെ 50% പുൽമേടുകൾ നിറഞ്ഞ ഭൂഖണ്ഡം? ആഫ്രിക്ക. കൊടുങ്കാറ്റിൻ്റെ സൂചനയായി പരിഗണിക്കപ്പെടുന്ന മേഘങ്ങൾ? ആൾട്ടോ കുമുലസ്. കൊടുങ്കാറ്റിൻ്റെ സൂചനയായി പരിഗണിക്കപ്പെടുന്ന മേഘങ്ങൾ? ആൾട്ടോ കുമുലസ്. ബില്ലി ബില്ലീസ് ചക്രവാതം വീശുന്ന പ്രദേശം? ഓസ്ട്രേലിയ. ബില്ലി ബില്ലീസ് ചക്രവാതം വീശുന്ന പ്രദേശം? ഓസ്ട്രേലിയ. ഒരേ സമയത്ത് ഇടിമുഴക്കം അനുഭവപ്പെടുന്ന സ്ഥലങ്ങളെ യോജിപ്പിച്ചു വരയ്ക്കുന്ന രേഖകൾ അറിയപ്പെടുന്നത്? ഐസോബ്രോഡ്സ്. ഒരേ സമയത്ത് ഇടിമുഴക്കം അനുഭവപ്പെടുന്ന സ്ഥലങ്ങളെ യോജിപ്പിച്ചു വരയ്ക്കുന്ന രേഖകൾ അറിയപ്പെടുന്നത്? ഐസോബ്രോഡ്സ്. വൈവിധ്യങ്ങളുടെ വൻകര എന്നറിയപ്പെടുന്ന ഭൂഖണ്ഡം? ഏഷ്യ. വൈവിധ്യങ്ങളുടെ വൻകര എന്നറിയപ്പെടുന്ന ഭൂഖണ്ഡം? ഏഷ്യ. ജാർഖണ്ഡിൻ്റെ തലസ്ഥാനമായ റാഞ്ചി ഏത് നദിയുടെ തീരത്താണ്? സുബർണരേഖ. ജാർഖണ്ഡിൻ്റെ തലസ്ഥാനമായ റാഞ്ചി ഏത് നദിയുടെ തീരത്താണ്? സുബർണരേഖ. ലോകത്തിലെ ഏറ്റവും ആഴം കൂടിയ നദി? സയർ. ലോകത്തിലെ ഏറ്റവും ആഴം കൂടിയ നദി? സയർ. ബ്ലാക്ക് സ്ട്രീം പ്രവാഹം എന്ന പേരിൽ അറിയപ്പെടുന്നത്? കുറോഷിയോ പ്രവാഹം. ബ്ലാക്ക് സ്ട്രീം പ്രവാഹം എന്ന പേരിൽ അറിയപ്പെടുന്നത്? കുറോഷിയോ പ്രവാഹം. ലോകത്തിൻ്റെ സംഭരണശാല എന്നറിയപ്പെടുന്ന രാജ്യം? മെക്സിക്കോ. ലോകത്തിൻ്റെ സംഭരണശാല എന്നറിയപ്പെടുന്ന രാജ്യം? മെക്സിക്കോ. ചുവടെ പറയുന്നവയിൽ കൂട്ടത്തിൽപ്പെടാത്തത് ഏതെന്ന് കണ്ടെത്തുക. പ്രസിഡൻസ് ട്രോഫി വള്ളംകളി. ചുവടെ പറയുന്നവയിൽ കൂട്ടത്തിൽപ്പെടാത്തത് ഏതെന്ന് കണ്ടെത്തുക. പ്രസിഡൻസ് ട്രോഫി വള്ളംകളി. ചുവടെ നൽകിയിരിക്കുന്നവയിൽ ശുദ്ധജല തടാകങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? വരാപ്പുഴക്കായൽ. ചുവടെ നൽകിയിരിക്കുന്നവയിൽ ശുദ്ധജല തടാകങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? വരാപ്പുഴക്കായൽ. പിച്ചളപാത്രങ്ങളുടെ പറുദീസ എന്നറിയപ്പെടുന്ന സ്ഥലം? കുഞ്ഞിമംഗലം. പിച്ചളപാത്രങ്ങളുടെ പറുദീസ എന്നറിയപ്പെടുന്ന സ്ഥലം? കുഞ്ഞിമംഗലം. കേരളത്തിലൂടെ കടന്നുപോകുന്ന ദേശീയ പാതകളുടെ എണ്ണം? 11. കേരളത്തിലൂടെ കടന്നുപോകുന്ന ദേശീയ പാതകളുടെ എണ്ണം? 11.
കേരളത്തിൽ നിന്നുള്ള ആദ്യ വിമാന സർവീസ്. തിരുവനന്തപുരം മുംബൈ. കേരളത്തിൽ നിന്നുള്ള ആദ്യ വിമാന സർവീസ്. തിരുവനന്തപുരം മുംബൈ. കേരളത്തിലെ കടൽ തീരമില്ലാത്ത ജില്ലകളിൽ ഉൾപ്പെടാത്തതേത്? കാസർഗോഡ്. കേരളത്തിലെ കടൽ തീരമില്ലാത്ത ജില്ലകളിൽ ഉൾപ്പെടാത്തതേത്? കാസർഗോഡ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പെരിയാറിൻ്റെ തീരത്തുള്ള പട്ടണങ്ങളിൽ ഉൾപ്പെടാത്തതേത്? ചെറുതുരുത്തി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പെരിയാറിൻ്റെ തീരത്തുള്ള പട്ടണങ്ങളിൽ ഉൾപ്പെടാത്തതേത്? ചെറുതുരുത്തി. ചുവടെ തന്നിരിക്കുന്നവയിൽ വേമ്പനാട്ട് കായലിലെ പ്രകൃതിദത്ത ദ്വീപേത്? പാതിരാമണൽ. ചുവടെ തന്നിരിക്കുന്നവയിൽ വേമ്പനാട്ട് കായലിലെ പ്രകൃതിദത്ത ദ്വീപേത്? പാതിരാമണൽ. കേരളത്തിലെ ഏറ്റവും വലിയ ബോക്സൈറ്റ് നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള പ്രദേശം? നീലേശ്വരം. കേരളത്തിലെ ഏറ്റവും വലിയ ബോക്സൈറ്റ് നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള പ്രദേശം? നീലേശ്വരം. ജമ്മു കാശ്മീരിനു സംസ്ഥാന പദവി നഷ്ടപ്പെട്ടതിന് ശേഷം വിസ്തീർണത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം? 21. ജമ്മു കാശ്മീരിനു സംസ്ഥാന പദവി നഷ്ടപ്പെട്ടതിന് ശേഷം വിസ്തീർണത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം? 21. കേരളത്തിൽ വനവൽക്കരണ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന വൃക്ഷം? തേക്ക്. കേരളത്തിൽ വനവൽക്കരണ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന വൃക്ഷം? തേക്ക്. കേരളത്തിൽ ഇടവപ്പാതി ഉണ്ടാകുന്നത് ഏതു മൺസൂൺ കാറ്റ് മൂലമാണ്? തെക്കു പടിഞ്ഞാറൻ മൺസൂൺ. കേരളത്തിൽ ഇടവപ്പാതി ഉണ്ടാകുന്നത് ഏതു മൺസൂൺ കാറ്റ് മൂലമാണ്? തെക്കു പടിഞ്ഞാറൻ മൺസൂൺ. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം? മൂലമറ്റം. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം? മൂലമറ്റം. കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ നിർമ്മാണത്തിൽ സഹകരിച്ച വിദേശ രാജ്യം? ജപ്പാൻ. കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ നിർമ്മാണത്തിൽ സഹകരിച്ച വിദേശ രാജ്യം? ജപ്പാൻ. സംസ്ഥാനത്തെ ആദ്യ സായാഹ്ന കോടതി സ്ഥാപിതമായതെവിടെ? തിരുവനന്തപുരം. സംസ്ഥാനത്തെ ആദ്യത്തെ സായാഹ്ന കോടതി സ്ഥാപിതമായതെവിടെ? തിരുവനന്തപുരം. കേരള ജലസേചന ജലസംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം? 2003. കേരള ജലസേചന ജലസംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം? 2003. അഴുതയാർ ഏതു നദിയുടെ പോഷക നദിയാണ്? പമ്പ. അഴുതയാർ ഏതു നദിയുടെ പോഷക നദിയാണ്? പമ്പ. ചുവടെ തന്നിരിക്കുന്നവയിൽ ചാലക്കുടി പുഴയുമായി ബന്ധപ്പെട്ട വെള്ളച്ചാട്ടങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? തൊമ്മൻകുത്ത്. ചുവടെ തന്നിരിക്കുന്നവയിൽ ചാലക്കുടി പുഴയുമായി ബന്ധപ്പെട്ട വെള്ളച്ചാട്ടങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? തൊമ്മൻകുത്ത്. കരിമീൻ കേരളത്തിൻ്റെ സംസ്ഥാന മത്സ്യമായി പ്രഖ്യാപിച്ച വർഷം? 2010. കരിമീൻ കേരളത്തിൻ്റെ സംസ്ഥാന മത്സ്യമായി പ്രഖ്യാപിച്ച വർഷം? 2010. കേരളത്തിലെ ജനസാന്ദ്രത 2011 സെൻസസ് പ്രകാരം എത്ര? 860 ചതുശ്ര കിലോമീറ്റർ. കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനമേത്? പീറ്റ് മണ്ണ്.
കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനമേത്? പീറ്റ് മണ്ണ്. സഹ്യാദ്രി തവിടൻ എന്ന അപൂർവ ഇനം ചിത്രശലഭങ്ങളെ കണ്ടെത്തിയ കേരളത്തിലെ വന്യജീവി സങ്കേതം? ആറളം വന്യജീവി സങ്കേതം. സഹ്യാദ്രി തവിടൻ എന്ന അപൂർവ ഇനം ചിത്രശലഭങ്ങളെ കണ്ടെത്തിയ കേരളത്തിലെ വന്യജീവി സങ്കേതം? ആറളം വന്യജീവി സങ്കേതം. കേരളത്തിലെ ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് എവിടെ? വെള്ളൂർ. കേരളത്തിലെ ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് എവിടെ? വെള്ളൂർ. ഇന്ത്യയിലെ ആദ്യ ഇൻ്റർഗ്രേറ്റഡ് മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ട് സിസ്റ്റം നിലവിൽ വന്ന മെട്രോ? കൊച്ചി. ഇന്ത്യയിലെ ആദ്യ ഇൻ്റർഗ്രേറ്റഡ് മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ട് സിസ്റ്റം നിലവിൽ വന്ന മെട്രോ? കൊച്ചി. ഹായ് ഫ്രണ്ട്സ്, ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.